മണിപ്പൂരിൽ തീവ്രവാദികൾക്കെതിരെ വൻ നടപടി സ്വീകരിച്ചു. ഏകദേശം 8 പേരെ അറസ്റ്റ് ചെയ്തു. സൈന്യവും മണിപ്പൂർ പോലീസും ആസാം റൈഫിൾസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് തീവ്രവാദികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ വൻ ആയുധശേഖരം കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഓഗസ്റ്റ് 18 മുതൽ 23 തീയതികളിലാണ് ഈ ഒരു തിരച്ചിൽ നടത്തി വന്നത്. നിരവധി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയതായും ഒടുവിൽ ഇവരെ പിടികൂടാൻ സാധിച്ചതായും വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ ധാരാളം ആയുധങ്ങൾ, ഗ്രനേഡുകൾ, ലൈറ്റ് മിഷൻ ഗണ്ണുകൾ, വെടിക്കോപ്പുകൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാത്രമല്ല, റിപ്പോർട്ടുകൾ പ്രകാരം ഈ തീവ്രവാദികൾ സംസ്ഥാനത്ത് ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. എന്നിരുന്നാലും സുരക്ഷാ സേനയ്ക്ക് കൃത്യസമയത്ത് തന്നെ വിവരം ലഭിക്കുകയും ഇവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തീവ്രവാദികൾ സംസ്ഥാനത്തെ പല ജില്ലകളിലും ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്നും ഒരു വലിയ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നുണ്ടെന്നും സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് സംസ്ഥാനത്തെ ജരീബാം അതുപോലെ തന്നെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം റെയ്ഡുകളും തിരച്ചിലുകളും നടത്തി വരികയും ഈ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കണ്ടെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ തീവ്രവാദികൾ സുരക്ഷാ സേനയെ ആക്രമിക്കാൻ ശ്രമം നടത്തി. എന്നാൽ അവരെ പരാജയപ്പെടുത്തി പിടികൂടാനും സൈന്യത്തിന് സാധിച്ചു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. തീവ്രവാദികളിൽ നിന്ന് സുരക്ഷാ സേന AK-47 റൈഫിലുകൾ, അതുപോലെ മറ്റ് റൈഫിലുകൾ, മിഷൻ ഗണ്ണുകൾ, മറ്റ് പിസ്റ്റലുകൾ, ഗ്രനേഡുകൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തു. ഇതിനു പുറമെ തന്നെ ധാരാളം വെടിയുണ്ടകളും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 2023 മെയ് മുതൽ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ അതുപോലെ തന്നെ കുക്കി, മെയ്തി സമുദായങ്ങൾക്കിടയിൽ വംശീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും എന്നാൽ ഈ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം കാരണം തീവ്രവാദികളും ഇടയ്ക്കിടെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരികയാണ്. കഴിഞ്ഞ മാർച്ച്, മെയ് മാസങ്ങളിൽ സുരക്ഷാ സേന നിരവധി തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ മറ്റൊരു ആക്രമണം നടത്താൻ പദ്ധതിയിട്ടുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഒരാൾ അറസ്റ്റിലായി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിവിദഗ്ധമായി തന്നെ പഞ്ചാബ് പോലീസാണ് ഇവരുടെ പദ്ധതികൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതും. പാക് ചാര സംഘടനയുടെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. എന്നാൽ ഒടുവിൽ ഇത് പൊളിച്ചടുക്കി പഞ്ചാബ് പോലീസ് ഈ ആസൂത്രണം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇയാളുടെ പക്കൽ നിന്നും 4 ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. രവീന്ദർ പാൽ സിംഗ് എന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിക്കായുള്ള പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. UK ആസ്ഥാനമായ ഖലിസ്ഥാൻ ഭീകര സംഘടന ബാബർ ഖൽസ ഇന്റർനാഷണൽ ഭീകരനായ നിഷാന്ത് സിംഗ് ആണ് മുഖ്യ സൂത്രധാരനായി പറയുന്നത്. അതുപോലെ തന്നെ ഇയാളെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായും വ്യക്തമാക്കുന്നു. ഇയാൾ പാക് ചാര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയതെന്നും അമൃത്സർ ഹൈവേയിൽ അതിൽ റോഡ് അരികിലൂടെ തന്നെയുള്ള കുറ്റിക്കാട്ടിൽ ബാഗുകൾ ഒളിപ്പിച്ച നിലയിൽ അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ കാര്യങ്ങൾ വിചാരിച്ചതിലും അപ്പുറമാകുമെന്നാണ് ഇപ്പോൾ ഭാരതം മുൻകൂട്ടി പാകിസ്ഥാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പെന്നും വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.